ഞാൻ ഈ ആഴ്ച കണ്ട ഒരു പടമാണ് ഷെയ്ൻ നിഗം നായകനായി മാർട്ടിൻ ജോസഫ്, ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് മാർട്ടിൻ ജോസഫ് ഡയറക്ട് ചെയ്തിട്ടുള്ള മെയ് 8 തിയേറ്ററിൽ റിലീസായ ദൃഢം എന്ന സിനിമ. ദൃഢം എന്ന സിനിമ ഞാൻ കാണുന്നത് ജൂലൈ 1 അടുപ്പിച്ചാണ്. അതായത് ഈ പടം ഇറങ്ങി ഓൾമോസ്റ്റ് 2 മാസമായിട്ടാണ് ഞാൻ ഈ പടം കാണുന്നത്. ഈ പടം OTT ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് ഈ സിനിമ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ് ഞാനിപ്പോൾ കുറച്ച് ലേറ്റ് ആയി ഈ പടം കാണാൻ. അത് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന റീൽസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മെയ് 8 തിയേറ്ററിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു പടമായിരുന്നു. പക്ഷേ മലയാളത്തിലെ യൂട്യൂബിൽ പ്രമുഖ റിവ്യൂവേഴ്സ് എന്ന സോ കോൾഡ് ആൾക്കാർ ഈ പടത്തിനെ ത്രാഷ് ചെയ്ത് ഒട്ടും എൻകറേജിംഗ് അല്ലാത്ത റിവ്യൂസ് വന്ന് പൊതുവെ പടം വലിയ അഭിപ്രായം ഇല്ല എന്ന് കേട്ട് ഞാൻ ഒഴിവാക്കി തിയേറ്ററിൽ പോയി കാണാൻ പ്ലാൻ ചെയ്തിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചൊരു സിനിമയാണ് ദൃഢം. പക്ഷെ ഇത് OTT വന്നപ്പോഴും ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ആ ഒരു അത്ര നല്ല പടം അല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് കാരണം ഞാൻ കുറേ സമയം എടുത്തിട്ടാണ് ദൃഢം OTT തന്നെ കണ്ടത്. പക്ഷെ OTT ഈ പടം ഞാൻ ഫസ്റ്റ് ഇരുന്ന് പടം പ്ലേ ചെയ്തു. വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് ക്രെഡിറ്റ് സീൻസ് റോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ വൈഫ് എൻ്റെ കൂടെ വന്നിരുന്നു. കാരണം പുള്ളിക്കാരിക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരിക്ക് ഈ പടത്തിന്റെ ആ ഒരു ഇനീഷ്യൽ ബിൽഡപ്പ്, ഷെയ്ൻ നിഗം ഒരു കാറിൽ ഹിൽ സ്റ്റേഷനിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചാർജ് എടുക്കാൻ പോകുന്ന ഒരു സീനാണ് ക്രെഡിറ്റ് സീനിന് അടുപ്പിച്ച് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരി ആ സീനെ കണ്ട പുള്ളിക്കാരി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിരുന്നു. ഞങ്ങൾ ഇരുന്ന ഇരിപ്പിൽ ഒറ്റ സ്ട്രെച്ചിലാണ് ഈ ഫുൾ പടം OTT ഇരുന്ന് കണ്ടു തീർത്തത്. ക്ലൈമാക്സിലോട് അടുക്കുമ്പോൾ ഭയങ്കര അടിപൊളി, എനിക്ക് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടൊരു സസ്പെൻസ് ഫുൾ ത്രില്ലർ ആയിട്ടാണ് പടം ഫീൽ ചെയ്തത്. കാരണം ക്ലൈമാക്സിൽ വരുന്ന ക്ലൈമാക്സ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ വൈഫ് പറഞ്ഞ് പുള്ളിക്കാരി പ്രഡിക്റ്റ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ചിലവർക്ക് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നും, ചിലവർക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു ക്ലൈമാക്സ് ആയിട്ട് തോന്നും. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടൊരു ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ റിയൽ ലൈഫ് സ്റ്റോറിയാന്ന് വരെ ഈ അടുത്ത് ആരും പറയുന്നത് കേട്ടു. അപ്പൊ അങ്ങനെ ഭയങ്കര നല്ല രസമുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള, ഒരിക്കലും കണ്ടു തുടങ്ങിക്കഴിഞ്ഞ് നിർത്താൻ തോന്നാത്ത ഒരു സീൻ അടുത്ത സീനിലേക്ക് ഭയങ്കര ആയിട്ട് നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്ത് ക്യാരക്ടേഴ്സിനൊക്കെ ബിൽഡ് ചെയ്തൊരു ഒരു ഹിൽ സ്റ്റേഷനിലുള്ള ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ ക്യാരക്ടേഴ്സിനൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് അടുത്ത് പരിചയമുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ അവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ അവിടെ കുറച്ച് ക്രൈംസ് നടക്കുകയാണ്. ഈ ക്രൈംസ് ഒക്കെ ഇന്റർലിങ്ക്ഡ് ആണ്. ഈ ക്യാരക്ടേഴ്സും ഈ ക്രൈംസും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ തന്നെ കുറെ തിയറീസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നു തുടങ്ങും. പിന്നെ ക്ലൈമാക്സോട് എടുക്കുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ്, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു ഫൈനൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട് ഈ പടത്തിനകത്ത്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു ഫൈറ്റ് സീൻ ഒന്നുമല്ല. ഇതിനകത്ത് ശരിക്കും ഇടി എന്ന് പറഞ്ഞാൽ റോ ഇടി, അതായത് ക്ലൈമാക്സ് വരുന്ന ഫൈറ്റ് സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ കുറച്ച് ഓവറായി ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈറ്റ് സീൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റോ ആയിട്ട് ആൾക്കാർ ശരിക്കും മറ്റുള്ള ആൾക്കാർ ഉപദ്രവിക്കാൻ വേണ്ടി ഇടിക്കില്ലേ. ശരിക്കും സിനിമയിലെ കാണുന്ന ഇടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോരിയോഗ്രാഫ്ഡ് എസ്തെറ്റിക് ഇടിയായിരിക്കും. ഇതിനകത്ത് ഇടി എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്ന സാധനം വെച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല കണ്ടിരിക്കാൻ നല്ല, എനിക്ക് ഭയങ്കര റോ ആയിട്ട് തോന്നിയൊരു ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു പടമാണ് ദൃഢം. OTT നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പടം പ്ലീസ് OTT കാണുക. കാരണം ഇതിന് ഫ്ലോസ് ഉണ്ട് കേട്ടോ, അതിന് ഡെഫിനറ്റ്ലി ഫ്ലോസ് ഇല്ല എന്നല്ല. പക്ഷെ ഇതിന് OTT വരുന്നതിനുണ്ട്. തിയേറ്ററിൽ പടം റിലീസായപ്പോൾ ഈ കോക്കിനെ പോലെയുള്ള ആൾക്കാർ യൂട്യൂബിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സോ കോൾ പ്രമുഖ റിവ്യൂവേഴ്സ് ഒക്കെ ഇതിന് ഈ പടത്തിനെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഭയങ്കര മോശമായിട്ടാണ് പോർട്രേ ചെയ്തത് അവരുടെയൊക്കെ റിവ്യൂസിൽ. അതായത് ഇപ്പൊ കോക്കിന്റെ റിവ്യൂവിൽ ഞാൻ എന്റെ റീൽസിൽ പറഞ്ഞ പോലെ പുള്ളി പറഞ്ഞ ഇത് ആർക്കും വയ്യ, ഈ പടത്തിലെ പോലീസ് സ്റ്റേഷന് വയ്യ, ഈ പടത്തില് മ്യൂസിക് എന്തോ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആക്ടേഴ്സൊക്കെ ഒരു കാര്യമില്ല. ഷെയ്ൻ നിഗത്തിനെ കുറിച്ച് പുള്ളി മോശമൊന്നും പറഞ്ഞില്ല. പക്ഷെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും ഇതിനകത്ത് ശോഭി തിലകൻ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് പണ്ടോട്ടെ ശോഭി തിലകൻ ഈ പറഞ്ഞ പോലെ ഡബിങ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് അങ്ങേരോട് ഭയങ്കര പുച്ഛമാണ്. അപ്പോൾ ശോഭി തിലകന്റെ ക്യാരക്ടറിനെ, ശോഭി തിലകൻ മോശമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ശോഭി തിലകനെ കളിയാക്കുക, ഇതിലുള്ള മറ്റുള്ള ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടില്ല എന്ന് പറയാം, ഡയലോഗ്സ് ഭയങ്കര മോശമെന്ന് പറയാം. എല്ലാം കൊണ്ടും ഈ പടം അത്ര മോശം എന്നുള്ള രീതിയിലാണ് യൂട്യൂബ് റിവ്യൂല് ഈ കോക്കിനെ പോലുള്ള റിവ്യൂസ് പറഞ്ഞു വെച്ചിരുന്നത്. ഇന്ന് അതിന്റെ കോമന്റ് സെക്ഷനിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറേ ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് ഇത് നല്ല പടമാണല്ലോ, എന്തിനാണ് ഈ പടത്തിനെ കുറിച്ച് ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയുന്നതെന്ന് പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണാവോ ഈ റിവ്യൂവേഴ്സ് ഒക്കെ ഈ ചെറിയ പടങ്ങൾ, അതായത് ഒരു ഡെബ്യൂ ഡയറക്ടറിന്റെ ഫസ്റ്റ് പടമാണ് ഷെയ്ൻ നിഗം, അത് കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്ത് കാണുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഈ ചെറിയ ആക്ടേഴ്സിനെയും ചെറിയ ഡയറക്ടേഴ്സിന്റെ ഒക്കെ ചെറിയ പടങ്ങളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് അതിനെ ചിത്രീകരിച്ച് നാട്ടുകാർക്ക് കാണാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട് ഇപ്പൊ അത് OTT വന്നപ്പോൾ ആൾക്കാർക്ക് നല്ല അഭിപ്രായമാണ് ഈ പടത്തിനെ കുറിച്ച്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൈ ടൈം യു ഫോം യുവർ ഓൺ ജഡ്ജ്മെന്റ് ബേസ്ഡ് ഓൺ ദ ട്രെയിലർ. റീസർച്ച് ലിറ്റിൽ ബിറ്റ് അബൌട്ട് ദ ഡയറക്ടർ, ആരാണ് ഈ പടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നോക്കുക, ട്രെയിലർ കണ്ടു നോക്കുക, അതിന്റെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നോക്കുക, അതിന്റെ സിനോപ്സിസ് വായിച്ചു നോക്കുക, പ്ലോട്ട് എന്താണെന്ന് വായിച്ചു നോക്കുക. അല്ലാതെ ഗോൺ ആർ ദ ടൈം വെൻ യു റിലൈ ജസ്റ്റ് ഓൺ വൺ സൂപ്പർ സ്റ്റാർ ടു സെൽ ദ മൂവി ആൻഡ് സം ഫ്യൂ റിവ്യൂവേഴ്സ് ഓൺ യൂട്യൂബ്. അവരുടെ ടേസ്റ്റ് ആണ്, നിങ്ങളുടെ ടേസ്റ്റ് നല്ലല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളൊന്നും കുറെ റിവ്യൂസിന് ഇഷ്ടപ്പെടാത്ത പടങ്ങളാണ്. ഇപ്പൊ ഞാൻ ആലോചിച്ചിരിക്കുന്ന കുറെ ചെറിയ പടങ്ങൾ, മീഡിയം ആയിട്ട് വരുന്ന പടങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ തിയേറ്ററിൽ കാണാതെ പോകുന്ന തന്നെ ഇത് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഈ റിവ്യൂവേഴ്സ് മോശം പറയുമ്പോൾ നമ്മൾ കുറെ പടങ്ങൾ അങ്ങനെ വിട്ട് കളയുന്നുണ്ട്. പിന്നെ 5-6 മാസം കഴിഞ്ഞ് ആരൊന്നും കാണാനില്ലാത്ത സമയത്തൊക്കെയാണ് നമ്മൾ ഇതിരുന്ന് കാണുന്നത്. നേരെ തിരിച്ചിപ്പോൾ ദൃശ്യം 3 ഒക്കെ 235 കോടി നേടി തിയേറ്ററിൽ ഭയങ്കര വലിയ വിജയമായി എന്ന് പറയുന്നു. പിന്നെ OTT വന്ന് നല്ല രീതിയിൽ ട്രോളപ്പെടുന്നു. ആ പടത്തിന്റെ ക്വാളിറ്റി നമുക്കറിയാം. അതിനേക്കാളൊക്കെ എത്രയോ നല്ല ഒരു പടമാണ് ഈ ദൃഢം എന്ന് പറഞ്ഞ പടം. പക്ഷേ ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഡസൻ ഹാവ് സൂപ്പർ സ്റ്റാർസ്, ജസ്റ്റ് ബിക്കോസ് പബ്ലിക് ഇസ് നോട്ട് ഹൈപ്പിംഗ് ഇറ്റ് അപ്പ് ഓർ ട്രോളിംഗ് ഇറ്റ് ലൈക്ക് ദ ദൃശ്യം, വി ആർ നോട്ട് ഇവൻ ഗിവിംഗ് എ ചാൻസ് ടു ദീസ് കൈൻഡ് ഓഫ് സ്മോൾ മൂവീസ് വിച്ച് ആർ സോ മച്ച് മോർ എന്റർടൈനിങ്. എത്രയോ സുപ്പീരിയർ ആണ് ഇതിന്റെ കഥയും ഇതിന്റെ കഥാപാത്രങ്ങളും ഇതിൽ വരുന്ന ട്വിസ്റ്റുകളും ഇതിന്റെ ക്ലൈമാക്സിലെ സർപ്രൈസ് എലമെന്റ് ഒക്കെ എത്രയോ നല്ല രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ
ഞാൻ ഈ റിവ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് മേടിക്കാതെയും എൻ്റെ സ്വന്തം എഫേർട്ട് ഇട്ടിട്ടും കാണുന്ന പടങ്ങൾ എന്നെ സർപ്രൈസ് ചെയ്യുന്ന, എന്നെ അമ്യൂസ് ചെയ്യുന്ന പടങ്ങളെ കുറിച്ച് നല്ലത് പറയും. എനിക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങൾ, എന്നെ ഡിസപ്പോയിന്റ് ചെയ്യുന്ന പടങ്ങൾ ഡിസപ്പോയിന്റഡ് ആയി തന്നെ പറയും. അതിനകത്ത് പേഴ്സണൽ അജണ്ടയോ പേഴ്സണൽ ക്യാരക്ടേഴ്സോ, ഇപ്പോൾ ഷെയ്ൻ നിഗത്തിനെ എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇതിന്റെ ഡയറക്ടർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പടത്തിനെ നമുക്ക് മോശമായി കാണേണ്ട ഒരു ആവശ്യമില്ല. ഷെയ്ൻ നിഗത്തിന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആക്ടറൊന്നും ആയിരുന്നില്ല. പക്ഷേ പുള്ളി അഭിനയിച്ച് വെച്ചിരുന്ന കഥാപാത്രങ്ങൾ കാണുമ്പോൾ ഞാൻ ആക്ച്വലി പുള്ളിയുടെ ഫാൻ ആവുകയാണ്. പുള്ളി നല്ല ടാലന്റ് ഉള്ള ഒരു ആക്ടറാണ്. ഈ പടത്തിനകത്ത് പുള്ളി വളരെ ഭംഗിക്ക് പടം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ പടത്തിനകത്ത് ഫ്ലോസ് ഉണ്ട്. ഈ പറഞ്ഞ ചില ഡയലോഗ്സ് ഒക്കെ നമുക്ക് തോന്നും ഇങ്ങനെ, അതൊക്കെ അത്രയും നമ്മൾ എന്താ പറയുക ഭയങ്കരമായിട്ട് സൂം ഇൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ അങ്ങനെയൊക്കെ തോന്നുള്ളൂ. ഇതിലെ കുറച്ച് ഡയലോഗ്സ് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതൊന്നും നമ്മുടെ ആസ്വാദനത്തിനെ ബാധിക്കുന്നില്ല. പടം ഭയങ്കര അടിപൊളിയായിട്ടാണ് പോകുന്നത്. പിന്നെ ഇതിനകത്ത് ഹീറോയിന്റെ ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരി എനിക്ക് കുറച്ചൊരു ഇച്ചിരി ഓവറായ പോലെ തോന്നി. പക്ഷെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി സാധനമാണ് അവർ പിടിച്ചേക്കുന്നത്. അത് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ പടം OTT കാണണം. പിന്നെ ഈ പടം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എൻ്റെ അടുത്ത് കോമെന്റ് സെക്ഷനിൽ പറയാം. നമ്മുടെ ഒരു ചെറിയ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ വീഡിയോസിന് കുറച്ച് റീച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ യൂട്യൂബ് ആൽഗോരിതം നിങ്ങൾ കണ്ടിട്ട് ഇതുമ്പോൾ ഒരു രീതിയിലുള്ള എന്താ പറയുക, ഇതിന് ഒരു രീതിയിലുള്ള ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഈ വീഡിയോസൊക്കെ ആരും കാണാതെ പോവും. അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പടം എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയൂ. ഓക്കെ, അപ്പോൾ അതാണ് ദൃഢത്തിന്റെ റിവ്യൂ. താങ്ക് യു സോ മച്ച്.